കൂടി വന്നെത്തിയിരിക്കുന്നു. ആഹ്ലാദം മലയടിച്ച് നിൽക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്ര ദീപങ്ങളും കരോൾ ഗീതങ്ങളും മുഖരിതമായ ക്രിസ്തുമസ് കാലം. എന്താണ് ക്രിസ്മസ്? പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ്. ബാഹികവും ശാരീരികവുമായ തയ്യാറെടുപ്പിനിടയിൽ നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയമായ തയ്യാറെടുപ്പിനെ കുറിച്ച്. സഹോദരങ്ങളോടും അയൽപക്കക്കാരോടും മത്സരിച്ചും വഴക്കടിച്ചും അന്യായമായി പണം സമ്പാദിച്ചും ആർഭാട ജീവിതത്താൽ ജീവിത മൂല്യങ്ങൾ പലതും മറന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുമസ് ആഘോഷം ഒരു പുറംകട്ട മാത്രമായി മാറിയിരിക്കുന്നു. ലാളിത്യമാണ് ദൈവദർശനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന ഈ പുൽക്കൂടും പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ആട്ടിടയന്മാരും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉയർന്നാലും ജ്ഞാനത്തിലെ ഉയരാവൂ എന്ന്. ദൂരദേശത്തിൽ നിന്ന് വന്നെത്തിയ ജ്ഞാനികൾ അവരുടെ ലാളിത്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയത് അവർ അവരുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിന് വേണ്ടി ഒത്തിരി നഷ്ടങ്ങൾ സഹിച്ചപ്പോഴാണ്. ജ്ഞാനികളെ പോലെ നമ്മളും നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുന്നത്. ഈ ക്രിസ്തുമസ് കാലത്ത് നക്ഷത്ര ദീപങ്ങൾക്കും കരോൾ ഗീതങ്ങൾക്കും അപ്പുറം എളിമയിലും സാഹോദര്യത്തിലും ഊന്നൽ കൊടുത്തുകൊണ്ട് ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഉണ്ണീശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് മിഷണറി.